എനിക്ക് ശരിക്കും തോന്നാറുണ്ട്, ഒരു നല്ല തുടക്കത്തിന് മുമ്പ് ജീവിതത്തിൽ ഒരു ശൂന്യത വന്ന് നിറയും. ഞാൻ ആളുകളെ കേൾക്കാനും അവരെ ഗൈഡ് ചെയ്യാനും ലൈഫ് കോച്ചായി മാറിയത് ശരിക്കും ഒരു തമാശയായിട്ടൊന്നുമല്ല. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യം. അന്ന് ഞാൻ പൂർണ്ണമായും ഫ്രജയിലായിരുന്നു. ഒരു തരം മരവിപ്പ്. എൻ്റെ അടുത്ത പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ ഉണ്ടായിട്ടും അവസാന ഭാഗം എനിക്ക് എഴുതി തീർക്കാൻ കഴിയാഞ്ഞത് ജീവിതത്തോടുള്ള ആ ഒരു മടുപ്പ് കൊണ്ടായിരുന്നു. അന്ന് അങ്ങനെയാണ് വീണിടത്ത് നിന്നും ഞാൻ നടക്കാൻ തുടങ്ങിയത്, പതിയെ പതിയെ ഓടാൻ തുടങ്ങിയത്. ഞാൻ അന്ന് സ്വയം ഹീൽ ചെയ്യാൻ പഠിച്ചു. ജീവിതത്തെ പൂർണ്ണമായും പോസിറ്റീവായി കാണാൻ പഠിച്ചു. തനിയെ സന്തോഷങ്ങൾ കണ്ടെത്താൻ പഠിച്ചു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ജോലി തിരഞ്ഞെടുത്തു. പുതിയ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് തോന്നി. അതിനുവേണ്ടി പുതിയൊരു കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തു. അതിലുപരി ജീവിതം തന്നെ എനിക്കൊരു പാഠമായിരുന്നു. ഞാനൊരു പേഴ്സണൽ ലൈഫ് കോച്ചായതിന് പിന്നിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് എത്തിയത് ശരിക്കും ജീവിതത്തോടുള്ള പോരാട്ടത്തിൽ നിന്നുമാണ്. അവിടെ ഞാൻ ജയിച്ചു തുടങ്ങിയപ്പോഴാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന ഉറപ്പാണത്. എനിക്കിതൊരു തമാശയല്ല. ഒരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങളെ എനിക്കൊരു തമാശയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതം ജീവനേക്കാൾ വലുതാണ്. അതിനെ ആശ്രയിച്ചും വിശ്വസിച്ചും അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രാണനേക്കാൾ വലുത് അതൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യനെ കേൾക്കുമ്പോൾ, അവന് വേണ്ടി ഞാൻ ഗൈഡ് ചെയ്യുമ്പോൾ അയാളെ മാത്രമല്ല കാണുന്നത്, അയാളെ ആശ്രയിക്കുന്നവരെ കൂടിയാണ്. ശരിക്കും അത്രയും ഗൗരവം ഞാനിതിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു തമാശയല്ല. നിങ്ങൾക്കൊരു ലൈഫ് കോച്ചിനെ ആവശ്യമാണെങ്കിൽ, ഒരു പേഴ്സണൽ കോച്ച് നിങ്ങളെ മാറ്റുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാനിങ്ങനെ ആളുകളെ ഗൈഡ് ചെയ്ത് അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി അവരെ കേൾക്കുന്നതിലൂടെ എനിക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത് എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ തോന്നി. ചോദിച്ചത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതൊരു എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. സാധാരണ നമ്മളൊരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്ത് പഠിച്ച് ആ തൊഴിലേക്ക് പോകുന്നത് പോലെ ഇതിൻ്റെ ഒരു കോഴ്സ് ചെയ്ത് ഇതിലേക്ക് വന്ന ആളാണ് ഞാൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ണ് തുറന്ന് ഇന്നങ്ങ് ലൈഫ് കോച്ച് ആവാം എന്ന് വിചാരിച്ച് ഇതിലേക്ക് വന്ന ആളല്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു കോഴ്സ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ലൈഫ് കോച്ച് ആവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും എക്സ്പീരിയൻസും നമുക്ക് വേണം. അല്ലാതെ ഒരു മുറിയിൽ ജീവിച്ച് അങ്ങനെ ഒന്നുമില്ല, ബ്രെയിൻ എംപ്റ്റി ആക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഇത്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്നോട് ചോദിച്ചു, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു? ഒന്നാമത് എനിക്ക് കിട്ടുന്നത്, ഞാൻ കാരണം ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടായി, ഒരാൾ ഹീലായി, ഒരാൾ ഓക്കെ ആയി ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഞാൻ സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നും. എനിക്ക് കിട്ടുന്നത്, ഇതെൻ്റെ ഒരു ഉപജീവന മാർഗമാണ്. ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കൊരു ഇൻകം ഉണ്ടാകുന്നുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഇപ്പം ഫ്രീ ആയിട്ട് ഞാൻ ആളുകളെ കേട്ട് അവരെ ഗൈഡ് ചെയ്ത് അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വരും. എനിക്കതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? എനിക്ക് ജീവിക്കണ്ടേ? അപ്പം ഇത് ഞാൻ ഇൻകം കൂടെ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു തൊഴിലാണിത്.